അപ്പൊ ഞാൻ റെക്കോർഡ് കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. സോ റെക്കോർഡ് ഇൻ ദ സെൻസ് ഞാൻ പുതുതായിട്ട് പ്രിന്റ് ചെയ്ത് കിട്ടിയൊരു റെക്കോർഡ് ഉണ്ടായിരുന്നു. ആക്ച്വലി ഇത് എനിക്ക് ഡിസംബറിലാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ, ഈ ടീച്ചിങ് പ്രാക്ടീസിന്റെ റെക്കോർഡ്. ഇതിൽ വന്നിട്ട് ഇത്രയും കൊട്ട 30 ലെസൺ പ്ലാൻസ്. ഇൻഡെക്സ് പേജ് കണ്ടോ, ഇവിടെ നിന്ന് ഒരു 15 എന്നോട് എഴുതാൻ പറഞ്ഞു. പിന്നെ ബാക്കി 30 കൂടെ ഇപ്പുറത്തെ എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് 9th ലെസൺ പ്ലാൻ ആയിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ പേപ്പർ ഒന്ന് മാറ്റട്ടെ കേട്ടോ, അതിലൊരു പ്രിന്റ് ഉണ്ടായിരുന്നു, ഈ ടാസ്കിന് ചെയ്യാനുണ്ടായിരുന്നത് കേട്ടോ. ഞാൻ കാണിച്ചു തരാം കേട്ടോ റെക്കോർഡ്. ആദ്യം ഞാൻ റെക്കോർഡ് എഴുതി വെച്ചത് കാണിച്ചു തരാം, അത് എത്ര ദിവസത്തിനുള്ളിൽ എഴുതി എടുത്തു എന്നുള്ളതും കാണിച്ചു തരാം കേട്ടോ. ഇത്രയും ഉണ്ട് കേട്ടോ പേജസ്, നോക്കൂ. ഇത്രയും റെക്കോർഡ് ഡിസംബറിൽ എൻ്റെ റെക്കോർഡ് ഒരു ഇങ്ക് തെറ്റിയതാണ്. അത് ഇങ്ക് തെറ്റിയത് കാരണം ഒരു റെക്കോർഡ് മാറ്റേണ്ടി വന്നിട്ട് ഇത് എടുത്തതാ. അപ്പൊ അതില് ഈ റെക്കോർഡ് ജസ്റ്റ് ലാസ്റ്റ് ഡിസംബർ 2024 ലാസ്റ്റ് 1 വീക്കിലാണ് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നത്. അതായത് ഒരാഴ്ച ഇരുന്നിട്ട് കുത്തിയിരുന്ന് എഴുതി ഈ പോർഷൻ നല്ല പണി കിട്ടിയിട്ടുണ്ട്. ആക്ച്വലി കൈയിന്റെ എല്ല് നല്ല വേദന വന്നിട്ടുണ്ട് കേട്ടോ എനിക്ക്. അപ്പൊ അത്രയും റിസ്ക് എടുത്ത് എഴുതിയൊരു ഇതായിരുന്നു. പിന്നെ ജനുവരിയിൽ കമ്മീഷൻ കുറച്ച് നേരത്തെ ആക്കാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ പിന്നെ അത് എക്സ്റ്റെൻഡ് ചെയ്തു. അതിന്റെ ഇടയിലായിരുന്നു എൻ്റെ മാരേജ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇത്രയും ഇന്റേൺഷിപ്പിൽ ഞാൻ ആ വെയിലത്ത്, ഈവൻ ഞങ്ങൾക്കൊരു പ്രോപ്പർ ഒരു സ്റ്റാഫ് റൂം തന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു തണലുള്ളൊരു സ്ഥലത്ത് കൊണ്ടെങ്കിലും ഇരുത്തോ ഒരു ചെയ്തിട്ടില്ല. ഒരു അത്ര സൗകര്യങ്ങൾ പോലും ഞങ്ങളോട് ചെയ്തിട്ട് കാണിച്ചിട്ടില്ല. എന്നെക്കാളും കൂടുതൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഇന്റേൺഷിപ്പ് ചെയ്ത കുട്ടിക്ക് അവർക്ക് പോലും അറ്റ്ലീസ്റ്റ് ഒരു കൺസിഡറേഷൻ കൊടുത്തിട്ടുണ്ടോ ചോദിച്ചാൽ ഇല്ലാന്ന് തന്നെ ഞാൻ ഓപ്പൺ ആയിട്ട് പറയുള്ളൂ കേട്ടോ. സോ ആ വെയിലത്ത് അതിൻ്റെ ഉള്ളിൽ ഇരുത്തിയിട്ടുണ്ട്. അതായത് ഇവൻ ആ ലൈബ്രറിയും കാവലിരിക്കും പോലെ ഞാൻ അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് മിണ്ടാതിരുന്ന് ബുക്ക് വായിക്കുക, അങ്ങനെ റെക്കോർഡ് എഴുതുക, അങ്ങനെ ക്ലാസ്സസ് പോവുക. അതായത് മലയാളം മീഡിയത്തിൽ കിട്ടുന്ന അവേഴ്സൊക്കെ ഫുൾ അങ്ങോട്ട് കയറി പോവുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് മാക്സിമം സ്ട്രഗിൾ ചെയ്ത് ഇപ്പൊ ഈ കാണുന്ന തടി ഉണ്ടല്ലോ, അതിന്റെ ഒരു ഇത്രയായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. ഈ ഒരു സൈസായിട്ടായിരുന്നു ഞാൻ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അത്രയും മെലിഞ്ഞ് ഒന്നുമില്ലാതെ TSHന്റെ ലെവല് പോലും ഇംബാലൻസ് ആയിട്ട് കിടക്കുന്ന ഒരു അവസ്ഥയിൽ വന്നതാണ്. അങ്ങനെ വന്നിട്ടുള്ള ഞാനാണ് അതിന്. പിന്നെ എൻ്റെ കയ്യിൽ ഞാൻ 2 റെക്കോർഡേ ഇവിടെ വീട്ടിലോട്ട് വെച്ചിട്ടുള്ളൂ, ബാക്കിയെല്ലാം ഞാൻ സേഫായിട്ട് അവിടെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെന്തായാലും ഞാൻ എന്തായാലും കളയുന്നില്ല. പിന്നെ അച്ചീവ്മെന്റ് ടെസ്റ്റിന്റെ ഒരു റെക്കോർഡ് കൂടെ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ചെയ്തില്ല എന്നൊക്കെയായിരുന്നു പ്രശ്നം. കുട്ടികളെ കൺട്രോൾ ചെയ്യുക, ക്ലാസ്സിൽ കൺട്രോൾ ചെയ്തിരുത്തുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ ആ കൊച്ച് ഉള്ളത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു പോയി. അതായത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഹെൽപ്പ് ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ കൊച്ചുള്ളത് കൊണ്ട് ഞാൻ കഷ്ടപ്പെട്ട് എനിക്കോ രക്ഷപ്പെട്ടു പോയി എന്നും വിചാരിച്ചവരുണ്ട്. പക്ഷെ ഞാൻ പോയ സ്ട്രഗിൾസ് ഒന്നും ആരും അറിഞ്ഞിട്ടില്ല. അത് ആ കൂടി അറിയുന്നത് എൻ്റെ അമ്മയ്ക്കും പിന്നെ അവിടെ ഉണ്ടായിരുന്ന എൻ്റെ പ്രിൻസിപ്പാളിനും മാത്രമായിരുന്നു കേട്ടോ. സോ അച്ചീവ്മെന്റ് ടെസ്റ്റിന്റെ റെക്കോർഡും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ 9th ലെസൺ പ്ലാൻ ഉണ്ട് കേട്ടോ. ഇതെല്ലാം എൻ്റെ മെമ്മറീസ് റീലോഡിംഗ് ആണ് BEdന്റെ. പിന്നെ അതുപോലെ തന്നെ എനിക്ക് അവിടെ ഏറ്റവും ഗ്രേറ്റ്ഫുൾ ആയിട്ട്, അതായത് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് ചെയ്യുന്ന സമയത്ത് ഗ്രേറ്റ്ഫുൾ ആയിട്ട് തോന്നുന്ന ആളുകളോട് നമ്മൾ എപ്പോഴും നന്ദിയോട് കൂടി ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു കോട്ട് ഞാൻ എഴുതിയിട്ട് എൻ്റെ ജേർണലിങ്ങിൽ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിന്നും ആ കോളേജിൽ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് തോന്നിയിട്ടുള്ള ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് അവിടുത്തെ പ്രിൻസിപ്പാൾ തന്നെയാട്ടോ. അല്ലാതെ വേറെ ടീച്ചേഴ്സ് ഉണ്ട്, ഐ ലവ് എല്ലാവരോടും എനിക്ക് ഇഷ്ടമൊക്കെ തോന്നിയിട്ടുണ്ട്. ബട്ട് കൂടുതലും റെസ്പെക്ട് തോന്നിയിട്ടുള്ളത് അവിടെ ആ ഒരു പ്രിൻസിപ്പാളിനോടാണ്. കാരണം കുട്ടികളോട് അപ്രോച്ച് ചെയ്യുന്ന ഒരു രീതി, അതായത് ഒരു നല്ല അധ്യാപകന് വേണ്ട ഒരു കഴിവ് എങ്ങനെയാണെന്നുള്ളത് സീരിയസ്ലി നമുക്ക് ആ ഒരു കോളേജിൽ പോയി കഴിഞ്ഞാൽ അറിയാനായിട്ട് സാധിക്കും. അത്രയും നല്ലൊരു അധ്യാപകൻ തന്നെയാണ്. അതായത് ഞാൻ എൻ്റെ ലൈഫിൽ സ്കൂൾ കാലഘട്ടം മുതൽ ഒരുപാട് ടീച്ചേഴ്സിനെ കണ്ടിട്ടുണ്ട്. അതിൽ എനിക്ക് നല്ലതെന്ന് തോന്നിയിട്ടുള്ള കുറച്ച് ടീച്ചേഴ്സ് ഉണ്ട്. അവരുടെ പേര് ഞാൻ പറയുന്നില്ല, പക്ഷെ എങ്ങനെയൊക്കെ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ ക്ലാസ്സുകളിൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഞാൻ പറയാം കേട്ടോ. അതായത് വന്നിട്ട് ഞാൻ എൻ്റെ സ്കൂളിൽ 10th ക്ലാസ് വരെ കുറേ ടീച്ചേഴ്സിനെ മീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നൊരു കുട്ടിക്കാലം ആയതുകൊണ്ട് എല്ലാവരുടെയും ഫേസ് കുറേ പേര് മറക്കുന്നുമുണ്ട്. പക്ഷെ ഇന്നും ഓർമ്മയിൽ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. എല്ലാ ടീച്ചേഴ്സിനും എനിക്ക് ഇഷ്ടമായിരുന്നു. പിന്നെ LKGയിൽ എന്നെ മലയാളം പഠിപ്പിച്ച ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ലാംഗ്വേജിനോട് ഒരു ഇഷ്ടം തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ടീച്ചർ എനിക്ക് ഇന്നും മിസ്സിങ് ആണ് ആക്ച്വലി. അതായത് കണ്ടിട്ട് തന്നെ എത്ര കാലങ്ങളായെന്ന് അറിയോ, അതായത് മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ 11th 12th ഞാൻ ആരോടും മിണ്ടാതിരുന്നിട്ടുള്ള കാലം. അതായത് ഞാൻ 2 years ആരോടും അവിടെ മിണ്ടിയിട്ടില്ല, സംസാരിച്ചിട്ടുമില്ല.
ആരും ഫ്രണ്ട്ഷിപ്സ് ഇല്ല. പക്ഷെ അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ടീച്ചർ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ഒരു ക്ലാസ് ടീച്ചറായിരുന്നു കൊമേഴ്സിൽ. ആ ടീച്ചർ ഉണ്ടായിരുന്നു. ആ ടീച്ചറോട് എനിക്ക് ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആണ്. കാരണം ആ ടീച്ചറുടെയൊക്കെ സപ്പോർട്ടും കൂടെ ഉണ്ടായിരുന്ന കുറച്ച് ടീച്ചേഴ്സിന്റെ സപ്പോർട്ടും ഒക്കെ കൂടിയാണ് എനിക്ക് പഠിക്കാൻ കുറച്ച് ഹെൽപ്പൊക്കെ ചെയ്തു തന്നിട്ടുണ്ടായിരുന്ന ടീച്ചേഴ്സ് ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഡിഗ്രി ബാച്ചിൽ നമ്മുടെ ട്യൂട്ടർ അടിപൊളിയായിരുന്നു, HOD നല്ലതായിരുന്നു. അതുപോലെ തന്നെ കൂടെ ഉണ്ടായിരുന്ന പ്രൊഫസേഴ്സ് ഒക്കെ ഡിഗ്രി ബാച്ചിൽ ഓൾമോസ്റ്റ് എല്ലാവരും നല്ല ടീച്ചേഴ്സ് ആയിരുന്നു കേട്ടോ. അതുപോലെ തന്നെ PGയിലും നല്ല ടീച്ചേഴ്സ് ആയിരുന്നു കേട്ടോ. അതായത് നന്നായിട്ട് എല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് കുട്ടികളോട് നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ടീച്ചേഴ്സ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് നല്ല കുഴപ്പമൊന്നുമില്ല. നമുക്ക് അവിടെ ഒരു ഫ്രീ ആയിട്ട് നമുക്ക് പഠിക്കുന്ന കാര്യങ്ങളാണ്, അല്ലാതെ അൺഅക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിലും ഫ്രീ ആയിട്ട് ചെയ്യും. കാരണം അതൊരു സ്കൂൾ ഫേസ് അല്ലല്ലോ, കാരണം ഒരു കോളേജ് ഫേസ് ആണ്. കോളേജ് വരുമ്പോൾ ഒരു വ്യത്യാസം വരും, അങ്ങനെയാണ്. പക്ഷെ എൻ്റെ ലൈഫിൽ ഞാൻ അന്ന് ചെയ്യാൻ മറന്നൊരു കാര്യം എന്ന് പറയുന്നത് നല്ലൊരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടാക്കുക എന്നുള്ളത്. ഞാൻ അതിൽ ഒരു ഫെയിലിയർ ആയി പോയതാട്ടോ. പിന്നെ ഞാൻ BEd ജോയിൻ ചെയ്തു. BEd ജോയിൻ ചെയ്തപ്പോഴാണ് എനിക്ക് നല്ല സുഹൃത്തുക്കളെ കിട്ടിയത്. അതായത് സംസാരിക്കാൻ നല്ല കഴിവുള്ള പിള്ളേരാട്ടോ. അതായത് അവരോട് സംസാരിക്കാൻ നല്ല അടിപൊളിയായിരുന്നു. ഞാൻ പൊതുവെ അങ്ങനെ സംസാരിക്കുന്ന ഒരാളല്ല, പക്ഷെ അത്രയും നന്നായി സംസാരിക്കാൻ പറ്റുന്ന ആളുകളായിരുന്നു. കംപ്ലീറ്റ്ലി ഒരു ഫാമിലി പോലെ എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. എസ്പെഷ്യലി കുട്ടികളൊക്കെ നല്ല അടിപൊളിയാണ്. പിന്നെ അതുപോലെ തന്നെ BEd കഴിഞ്ഞതിന് ശേഷം ഞാൻ റിയലൈസ് ചെയ്തൊരു കാര്യം, സീരിയസ്ലി ഞാൻ എൻ്റെ ലൈഫിലൂടെ ഞാൻ എത്ര ഫ്രണ്ട്സ് ഉണ്ടായില്ല എന്നല്ല, എനിക്ക് എക്സിസ്റ്റ് ചെയ്യുന്നത് ഒരു ഫ്രണ്ടാണ് ഇന്ന് സീരിയസ്ലി. പിന്നെ ഒന്ന് എൻ്റെ ഹസ്ബൻഡും, ഫ്രണ്ട് എന്ന് പറഞ്ഞത് വേറൊരു സ്കൂളിൽ ഒരു കുട്ടിയായിട്ട് കോണ്ടാക്ട് ഉണ്ട്, അവളുമായിട്ട് മാത്രമാണ്. പിന്നെ ഇത് വേറെ ആളുകളോട് കുറച്ച് ക്ലോസ് ടു ഹാർട്ട് ആക്കാൻ ഞാൻ കുറച്ച് ആളുകളെ എന്നെ വെക്കും. ഭയങ്കര സെലക്റ്റീവായിട്ട് ഫ്രണ്ട്ഷിപ്സ് ചൂസ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. പിന്നെ അതുപോലെ തന്നെ എത്രയോ ഹാപ്പി ആയിട്ട്, അതായത് ഞാൻ ഇപ്പൊ ഞാൻ ഹാപ്പി ഇരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പണ്ട് എൻ്റെ പഠന കാലഘട്ടത്തിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരാൾ തന്നെയാണ് കേട്ടോ. ആ സ്ട്രഗ്ലിങ് ചെയ്തിട്ടുള്ളതിനെ അഡ്രസ്സ് ചെയ്ത് പോവുക, അതായത് അതിനെ എക്സ്പീരിയൻസ് ചെയ്ത് പോകാൻ പറ്റുന്ന ആൾക്കാർക്ക് മാത്രമേ പിന്നീട് എന്ത് പ്രശ്നങ്ങൾ വന്നാലും അതിനെ അഡ്രസ്സ് ചെയ്യാനും സ്ട്രഗിൾ ചെയ്യാനുള്ള കഴിവ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പൊ ഇതൊക്കെ എൻ്റെ മെമ്മറീസ് റീലോഡഡ് ആണ്. കുറച്ച് ഫ്രസ്ട്രേഷൻസ് ഒക്കെ ഉണ്ടെന്ന് അറിയാം. ആർക്കെങ്കിലും വിഷമമായിട്ടുണ്ടെങ്കിൽ അവരോട് ഞാൻ സോറി പറയാം കേട്ടോ. അതായത് ആരും പേഴ്സണലി ഹാം ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് നമ്മളിങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ നമുക്കിങ്ങനെ പഴയ ഓർമ്മകളൊക്കെ മിസ്സിങ് ആയിട്ട് വരുമല്ലോ. അപ്പൊ നമുക്കിങ്ങനെ പഴയ കാലഘട്ടത്തിലേക്കൊക്കെ ഒരു ഓർമ്മയൊക്കെ വരും. അത് ഇപ്പോൾ ഞാൻ പറയാനുള്ള റീസൺ, പണ്ട് എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്, അമ്മയുടെ കൂടെ ഡിഗ്രി ബാച്ചിൽ പഠിച്ചിട്ടുള്ള അങ്കിളുമാരും ആൻറ്റിമാരും, അതായത് അവരൊക്കെ ഇപ്പോഴും അന്നും മിണ്ടാത്തൊരമ്മയായിരുന്നു, എന്നെ പോലെ സംസാരിക്കാത്ത ഒരമ്മയായിരുന്നു. അതായത് ചിരിക്കില്ല, സംസാരിക്കില്ല, അങ്ങനത്തെ ഒരു അമ്മയായിരുന്നു. അതായത് അങ്ങനെ ഒരു അമ്മ ഇന്ന് സംസാരിക്കുമ്പോൾ അവർക്ക് എത്ര ഹാപ്പിയാന്ന് അറിയാം. അതായത് കൂടെ പഠിച്ചൊരു കുട്ടി അവരുടെ കൂടെ ഇത്രയും ഹാപ്പി ആയിട്ട് സംസാരിക്കുന്നില്ല. ഇതാണ് ആക്ച്വലി ശരിക്കും ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ സംസാരിക്കണം. പിന്നെ ഫ്രണ്ട്ഷിപ്പിൽ നമ്മൾ കുറച്ച് ഹെൽപ്പിംഗ് മെന്റാലിറ്റി വേണം. പക്ഷെ നമ്മൾ കുറച്ച് ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക, അതായത് സോഫ്റ്റ് ആയിട്ട് ബൗണ്ടറീസ് സെറ്റ് ചെയ്യാൻ പഠിക്കുക. കാരണം നമുക്കൊരു പ്രൈവസി ഉണ്ട്, അത് സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഫ്രണ്ട്ഷിപ്സ് വരികയാണെങ്കിൽ അവരോട് അടി ഉണ്ടാക്കാൻ പോകണ്ട. ജസ്റ്റ് കീപ്പ് എ ഡിസ്റ്റൻസ്, അത് മാത്രം ചെയ്യുക. കാരണം ഈ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക എന്നുള്ളത്, ആ സിറ്റുവേഷൻ ഞാൻ ചില സമയങ്ങളിൽ അവോയ്ഡ് ചെയ്തങ്ങ് പോവും. കാരണം എനിക്ക് ചില സമയത്ത് എന്നെ പിടിച്ചാൽ കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ആ സിറ്റുവേഷൻസ് അങ്ങ് അവോയ്ഡ് ചെയ്ത് അങ്ങ് പോകുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും വിഷുവിൻ്റെ വ്ളോഗ് വരുന്നുണ്ട് കേട്ടോ. ഇത് ആഫ്റ്റർനൂൺ തന്നെയാണ് ഞാൻ ഈ പാട്ടും കൂടെ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. സോ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം ലൈക്ക് ചെയ്താൽ മതി, ഷെയർ ചെയ്താൽ മതി, സബ്സ്ക്രൈബ് ചെയ്താൽ മതി കേട്ടോ. താങ്ക്